Good morning to all of you. Today's online class is Social Science നിയമപാഠം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ജീവനാംശത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമം 2007. The Maintenance and Welfare of Parents and Senior Citizens Act 2007. നിയമപാഠം ചാപ്റ്റേഴ്സ് അടുത്ത 2-3 എപ്പിസോഡുകളായി തീരുന്നതാണ്. ഒരു ഇന്ത്യൻ പൗരൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിയമവശങ്ങളും ഈ ചാപ്റ്റേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AshaShots ചാനൽ ഗൂഗിൾ സെർച്ചിൽ കിട്ടുന്നതാണ്. ഇതുവരെയും ഈ ചാനൽ സന്ദർശിക്കാത്തവർ ചാനൽ സന്ദർശിച്ച് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. With chapter 15, this episode of നിയമപാഠം will be ending. Almost all the laws an Indian citizen should be aware of is included in these chapters. Those who didn't watch these chapters can watch it taking the channel AshaShots on Google search. Those who are not aware of this channel, let me remind to take this channel and see all my videos and subscribe also. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ജീവനാംശത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമം 2007. വാർദ്ധക്യം ഇന്ന് സമൂഹത്തിലെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. വൃദ്ധജനങ്ങളുടെ സംരക്ഷണത്തിനും ബഹുമാനത്തിനും ഊന്നൽ നൽകുന്ന പരമ്പരാഗത മൂല്യങ്ങളും നിയമങ്ങളും ആർഷഭാരത പൈതൃകമാണ്. എന്നാൽ അണുകുടുംബങ്ങളുടെ ആവിർഭാവത്തോടെ കൂട്ടുകുടുംബങ്ങൾക്ക് ഉണ്ടായ തകർച്ചയും അപ്രത്യക്ഷമാകലും ഈ മൂല്യവ്യവസ്ഥതയിൽ ഉലച്ചിലുണ്ടാക്കി. നിരവധി വയോജനങ്ങൾ ഇന്ന് ആരും സംരക്ഷിക്കാനില്ലാതെ ശാരീരികവും വൈകാരികവും സാമ്പത്തികവുമായ ക്ലേശങ്ങൾ മൂലം അവരുടെ ജീവിത സായാഹ്നത്തിൽ കടുത്ത ഏകാന്തതയിലും ദുരിതത്തിലുമാണ്. ഓൾഡ് ഏജ് ഈസ് എ ബിഗ് ചലഞ്ച് in today's society. Maintenance and care of old age people was the tradition of our country, but the stoppage of joint families and the spreading of nuclear families gave damage to this traditional system. In today's world, the old age people are passing through the last days of their life with a lot of problems, physically, mentally, and economically. ഈ സാമൂഹ്യ പ്രശ്നം പരിഹരിക്കാനും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ജീവനാംശവും ക്ഷേമവും ഭരണഘടനാപരമായ അവകാശങ്ങളും ഉറപ്പുവരുത്താനുമായി രൂപീകരിച്ചിട്ടുള്ളതാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ജീവനാംശത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമം 2007. The Maintenance and Welfare of Parents and Senior Citizens Act 2007 is the law introduced to find a solution to the social problem of maintenance
and care of old age people and make sure the fundamental rights to these people. 1973 ക്രിമിനൽ നടപടി നിയമപ്രകാരം മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും മക്കളിൽ നിന്ന് ജീവനാംശം ലഭിക്കുമെങ്കിലും അതിലും കുറഞ്ഞ സമയദൈർഘ്യത്തിലും സാമ്പത്തിക ചിലവിലും നടപ്പാക്കാവുന്ന വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിലുള്ളത്. Already the law existed in 1973 for the maintenance of old age people, but this law is fast and cost effective. 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും 60 വയസ്സ് ആയില്ലെങ്കിൽ പോലും ഉള്ള മുതിർന്ന പൗരന്മാർക്കും ആവശ്യമായ പരിരക്ഷയും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ നൽകാനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും അതിനായി ജില്ലകൾ തോറും വൃദ്ധജനസദനങ്ങൾ സ്ഥാപിക്കാനുമാണ് ഈ നിയമം ലക്ഷ്യം വയ്ക്കുന്നത്. People who are above the age of 60 years and even though not 60 years, old age people should be given protection for their life and wealth. In order to see this, old age homes are to be made in all districts. These are also told in this law. മാതാപിതാക്കൾ എന്ന നിർവചനത്തിൽ രണ്ടാനച്ഛനും രണ്ടാനമ്മയും അല്ലെങ്കിൽ ദത്തെടുത്തിട്ടുള്ള മാതാപിതാക്കളും ഉൾപ്പെടുന്നുണ്ട്. സന്താനങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ബാധ്യത അവരുടെ സ്വത്തിന്റെ അനന്തരാവകാശിയായ ബന്ധുവിൻ്റെതാണ്. If the parent does not have children of their own, the duty goes to the next heir of them. സാധാരണ ജീവിത ചെലവ് പോലും മക്കളോ ബന്ധുക്കളോ നൽകുന്നില്ലെങ്കിൽ മുതിർന്നവർക്കോ മാതാപിതാക്കൾക്കോ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ ജീവനാംശത്തിനായി പരാതി നൽകാം. If children of their own as well as their heirs are not giving maintenance, these people can give complaint to the മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ. നേരിട്ട് പരാതി നൽകാൻ അവർക്ക് കഴിയില്ലെങ്കിൽ അവർ അധികാരപ്പെടുത്തുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സംഘടനയ്ക്കോ മെയിൻ്റനൻസ് ഓഫീസർക്കോ അവർക്ക് വേണ്ടി ട്രൈബ്യൂണലിൽ പരാതി നൽകാം. It is not necessary that these people only should give complaint. Other people representing these old age people as well as maintenance tribunal officer or any other organizations can give complaint. Complaint should be given to the maintenance tribunal situated in the particular district where they are living. അവരോട് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുന്ന ട്രൈബ്യൂണലിന് ഇക്കാര്യത്തിൽ 1973 ക്രിമിനൽ നടപടി നിയമപ്രകാരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. According to this complaint, the tribunal will send notice to the people concerned and the power of 1st class judicial magistrate of 1973 Act. If the concerned people are in foreign countries, through the central government order, summons can be sent. They don't appear in front of the tribunal without the presence of concerned people. Tribunal can take action. സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരാളെ
സംരക്ഷിക്കുന്നതിന് മക്കളോ ബന്ധുക്കളോ വിസമ്മതം പ്രകടിപ്പിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നുവെന്ന് വ്യക്തമായാൽ ട്രൈബ്യൂണൽ തന്നെ അയാളുടെ സംരക്ഷണത്തിലേക്കായി 10,000 രൂപയിൽ കൂടാതെ ഒരു തുക നിശ്ചയിക്കുകയും അത് മാസം തോറും നൽകാൻ ഉത്തരവിടുന്നതുമാണ്. If an old person is not able to maintain himself and the children or relatives are not giving maintenance to him, the tribunal will give order to give 10,000 rupees per month as maintenance. മതിയായ കാരണങ്ങളില്ലാതെ ട്രൈബ്യൂണൽ ഉത്തരവിന് എതിരായി ജീവനാംശം കൊടുത്തില്ലെങ്കിൽ ട്രൈബ്യൂണൽ വാറണ്ട് പുറപ്പെടുവിക്കുകയും ഉത്തരവ് ലംഘനത്തിനും മാസങ്ങളിലെ ജീവനാംശവും നടപടിക്രമങ്ങളുടെ ചിലവും ഈടാക്കും. If the people are not obeying the tribunal's order, tribunal can send warrant as well as the amount, penalty and expenses of court will be induced. മുഴുവൻ പണവും ഈടാക്കാനായില്ലെങ്കിൽ ആ പണം അടയ്ക്കുന്നത് വരെയും അല്ലെങ്കിൽ 1 മാസം വരെയോ തടവ് ശിക്ഷയ്ക്കും വിധിക്കാവുന്നതാണ്. If complete amount is not submitted, can give imprisonment up to 1 month also. ട്രൈബ്യൂണലിലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിലോ പരാതിക്കാരെ പ്രതിനിധീകരിക്കാൻ അഭിഭാഷകർക്ക് അവകാശമില്ല. നിയമത്തിന്റെ 18-ാം വകുപ്പ് പ്രകാരം സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജില്ലാ സോഷ്യൽ വെൽഫെയർ ഓഫീസറോ അതിന് തുല്യ പദവിയുള്ളയാളോ പരാതിക്കാരന്റെ താൽപര്യപ്രകാരം മാത്രം പരാതിക്കാരനെ പ്രതിനിധീകരിച്ച് ട്രൈബ്യൂണലിലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിലോ ഹാജരാകാവുന്നതാണ്. Advocates are not allowed to represent complaint giving people. According to 18th part of the law, the district social welfare officer by the government as well as officers at the same rank are only able to represent persons complaining in the tribunal or appellate tribunal. These are the major points related to this Act of 2007 for the maintenance and care of old age people. Let me remind all of you to completely watch all my videos and subscribe also.